മലമ്പണ്ടാര വിഭാഗത്തിലെ ബാലന് പോഷകാഹാരക്കുറവ്. കുമളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വള്ളക്കടവിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികൾ ഉൾപ്പെടെ 30 മലമ്പണ്ടാര കുടുംബങ്ങൾക്കാണ് പോഷകാഹാരങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട 5 വയസ്സുകാരൻ ബാലന് വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. പോഷകാഹാരക്കുറവുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നിയതിനാൽ ബാലനെ കോട്ടയത്തെ ശിശുരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെയാണ് ഇവർക്കായി കിച്ചൺ ആരംഭിച്ചത്. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസിന്റെ അടുത്തുള്ള ഭരണസമിതിയാണ് പദ്ധതിക്ക് ആരംഭം കുറിച്ചത്. ചോറ്, സാമ്പാർ, തോരൻ, മുട്ട എന്നിവ അടങ്ങിയതായിരുന്നു ഉച്ചഭക്ഷണം. ആഴ്ചയിൽ ചീര, ചിക്കൻ, തൈര്, മീൻ എന്നീ പോഷകങ്ങളടങ്ങുന്ന ഭക്ഷണങ്ങളാണ് ഇവർക്കായി പാചകം ചെയ്ത് നൽകുന്നത്. വള്ളക്കടവ് പൊന്നവർക്കോളിൽ വീട് വാടകയ്ക്കെടുത്താണ് ഭക്ഷണം പാകം ചെയ്യിപ്പിക്കുന്നത്. ഇതിനായി പഞ്ചായത്ത് ഭരണസമിതി ഈ വർഷം പദ്ധതി തയ്യാറാക്കി തുക വകയിരുത്തുകയും ചെയ്തു. അവർക്ക് വേണ്ടി സ്ഥിരമായ ഒരു ഓപ്പൺ കിച്ചൺ ആരംഭിക്കുകയാണ്. ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പോഷകാഹാരക്കുറവ് കൊണ്ട് വളരെയധികം പ്രതിസന്ധി നേരിടുന്ന കുഞ്ഞുങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന ആളുകളാണെങ്കിലും സ്ഥിരമായി ഭക്ഷണം ലഭിക്കാതെയും അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ലഭിക്കാതെയും പോകുന്ന സാഹചര്യം അത് തീർച്ചയായും കുമളിക്ക് മാത്രമല്ല ഈ പ്രദേശത്തിന് തന്നെ അപമാനകരമാണ് എന്നതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കുമളി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പൂർണ്ണമായി ആ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കുമളി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയുമായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ആനിമേറ്റർ സ്റ്റെഫി, കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ ഗായത്രി തുടങ്ങിയവരാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇന്നുച്ചയോടെ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ ഇവർ താമസിക്കുന്ന വനംവകുപ്പിന്റെ ക്വാർട്ടേഴ്സിലെത്തിച്ച് വിളമ്പി നൽകി. കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീല ടീച്ചർ, പഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ട്രൈബൽ ഓഫീസർ സിജു ലൂക്കോസ്, CDS ചെയർപേഴ്സൺ ജയ്മോൾ മനോജ് എന്നിവരും മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.